വെൽക്കം ടു ആർക്കേസ് സ്റ്റോറീസ്. ഇനിയും ഈ വഴിയെ 39. പിറ്റേ ദിവസം മഹി എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ ആമ്പൽ കാലത്തെ തന്നെ അമ്മയെ വിളിച്ചു വരുത്തിയ ശേഷം ഹോസ്പിറ്റലിൽ നിന്നും പോന്നിരുന്നു. വീട്ടിൽ ചെന്ന ഉടനെ കുളിച്ച് അവനിഷ്ടപ്പെട്ട കളറായ ഡാർക്ക് ബ്ലൂ കുർത്തയും ഒരു വൈറ്റ് സ്കേർട്ടും എടുത്തിട്ട് ചെറിയ രീതിയിൽ മേക്കപ്പും ചെയ്ത ശേഷം അവൾ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് തിരിഞ്ഞും മറിഞ്ഞും ഭംഗി നോക്കി. കൊള്ളാം മോളെ, ഇപ്പോ കണ്ടാൽ അവനല്ല അവന്റെ അച്ഛൻ വരെ നോക്കൂ. പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് താൻ പറഞ്ഞത് വിജയച്ചനെ കുറിച്ചാണല്ലോ എന്നവൾ ഓർത്തത്. ഇതാണ് അറിവുള്ള കാർന്നോമാര് പറയുന്നത് ബന്ധത്തിൽ നിന്നും വിവാഹം കഴിക്കരുതെന്ന്. മനസമാധാനത്തോടെ ഒന്ന് തന്തയ്ക്ക് വിളിക്കാൻ പോലും പറ്റില്ല. പരിതപിച്ചുകൊണ്ടവൾ ഒരിക്കൽ കൂടി കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഭംഗി നോക്കിയിട്ട് ഇടത് കണ്ണിനുമേലെ വീണുകിടക്കുന്ന മുടിത്തുമ്പ് മുകളിലേക്ക് ഊതിപ്പറപ്പിച്ചുകൊണ്ട് താഴേക്കിറങ്ങി. രാധേയത്തിന് മുന്നിലെ വരാന്തയിൽ വിജയച്ചനും അച്ഛനും കൂടി കത്തിവെച്ചുകൊണ്ടിരിപ്പുണ്ട്. ചാടിത്തുള്ളിയുള്ള അവളുടെ ആ വരവ് കണ്ട് അവരിരുവരും പരസ്പരം നോക്കിയിട്ട് കളിയാക്കും പോലെ ഊറിച്ചിരിച്ചു. എന്തുവാ രണ്ടും കൂടി ഇരുന്നൊരു വല്ലാത്ത ചിരി? എളിക്ക് കൈകുത്തി നിന്നുകൊണ്ടവൾ രണ്ടുപേരോടുമായിട്ട് ചോദിച്ചു. നീയെന്താ പതിവില്ലാതെ കാലത്തെ തന്നെ മേക്കപ്പൊക്കെ ഇട്ട് ഇതെങ്ങോട്ടാ? ചായ കുടിക്കാൻ. മുഖത്തെ പതർച്ച സമർത്ഥമായി മറച്ചുകൊണ്ടവൾ അച്ഛനോട് മറുപടി പറഞ്ഞു. അല്ലാതെ വേറൊന്നും കൊണ്ടല്ലല്ലോ അല്ലേ? വിജയച്ചന്റെ വകയായുള്ള ആ ഒരു കൗണ്ടർ കൂടി കേട്ടതോടെ രണ്ടുപേരും കൂടി തന്നെ എയറിൽ നിർത്താനുള്ള പരിപാടിയാണെന്ന് മനസ്സിലാക്കിയ അവൾ മുഖം കയറ്റിപ്പിടിച്ച് ദേഷ്യം ഭാവിച്ചുകൊണ്ട് അകത്തേക്ക് രക്ഷപ്പെട്ടു. അവൾക്കു പുറകിലുയർന്ന ചിരിയുടെ അലകൾ അവളുടെ മുഖത്തും തട്ടി പ്രതിഫലിച്ചു. അപ്പച്ചി പതിവ് പോലെ കാലത്തെയുള്ള ചായയും പലഹാരവും എടുക്കുന്ന തിരക്കിലായിരുന്നു. അപ്പച്ചി. പിന്നിൽ നിന്നും കെട്ടിപ്പിടിച്ചുകൊണ്ടവൾ അപ്പച്ചിയെ വിളിച്ചു. ആഹാ, എന്റെ മോളിന്ന് ചുന്ദരിയായിട്ടുണ്ടല്ലോ. അവളുടെ മുഖത്തൊഴിഞ്ഞ കൈകൾ നെറ്റിയിൽ ചേർത്ത് വെച്ച് അപ്പച്ചി ഞൊട്ട പൊട്ടിച്ചു. അപ്പച്ചിയുടെ പ്രശംസ കേട്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. ആ നോപ്പച്ചി, പിന്നല്ലാതെ. എന്റെ മോള് ഡൈനിങ് ടേബിളിലേക്ക് ഇരുന്നോ? ദോശയും ചമ്മന്തിയും അപ്പച്ചി കൊണ്ടുവരാം. വേണ്ട, ഞാനും സഹായിക്കാം. പറഞ്ഞുകൊണ്ടവൾ സ്ലാബിലിരുന്ന ദോശയുടെയും ചമ്മന്തിയുടെയും പാത്രങ്ങൾ എടുത്തുകൊണ്ട് ഡൈനിങ് ഹാളിലേക്ക് നടന്നു. ചായ ഒഴിച്ചു വെച്ചിരുന്ന ഫ്ലാസ്കും ഗ്ലാസുകളും എടുത്തുകൊണ്ട് അപ്പച്ചിയും പിന്നാലെ ചെന്നു. ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അച്ഛനും വിജയച്ചനും കൂടി അകത്തേക്ക് കയറി വരുന്നത് കണ്ടെങ്കിലും കാണാത്ത മട്ടിൽ അവൾ പാത്രത്തിലേക്ക് കമഴ്ന്നു കിടന്നു. ഇന്നിവിടെ ആരൊക്കെയോ വരുന്നുണ്ടെന്ന് ആരോ പറഞ്ഞു കേട്ടല്ലോ അളിയ. ഡൈനിങ് ടേബിളിന് എതിർവശത്തേക്ക് കസേര വലിച്ചിട്ടിരുന്ന അച്ഛൻ പറഞ്ഞത് തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന മട്ടിൽ ആമ്പൽ ദോശ ചവച്ചരച്ചു. ശരിയാ, ഞാനും കേട്ടിരുന്നു. ആരാടിരാതെ ഇന്ന് വരുന്നത്? വിജയച്ചന്റെ ചോദ്യം കൂടി കേട്ടതോടെ ആമ്പൽ മുഖമുയർത്തി ദയനീയമായി അപ്പച്ചിയെ ഒന്ന് നോക്കി. ദേ, കൊച്ചിനെ വിഷമിപ്പിക്കാതെ നിങ്ങൾ രണ്ടുമൂന്ന് എഴുന്നേറ്റ് പോയേ. ഇവള് കഴിച്ചു കഴിയുമ്പോൾ ഞാൻ വിളിക്കാം, അപ്പൊ വന്നാ മതി. ഓ, അതിനിപ്പോ ഞങ്ങൾ ഇവിടെ ഇരുന്നെന്ന് വെച്ച് എന്താ? അച്ഛന്റെ ചോദ്യം കേട്ട് ആമ്പൽ പതുക്കെ എഴുന്നേറ്റു. എനിക്ക് മതി. ഡി, അവിടെ ഇരിക്കേ. മുഴുവനും കഴിച്ചിട്ട് നീ എഴുന്നേറ്റാ മതി. അച്ഛന്റെ ശബ്ദം കനത്തതോടെ ആമ്പൽ മുഖം താഴ്ത്തി തിരികെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. മഹി വന്നു കഴിയുമ്പോൾ രണ്ടുപേരും കൂടി ആ വിശ്വന്റെ വീട്ടിലും റെജിയുടെ വീട്ടിലും പോണം, കേട്ടല്ലോ. അച്ഛൻ പറഞ്ഞതിന് മറുപടി പറയാതെ അവൾ ഇരുന്ന് തല കുലുക്കി. അവനിങ്ങ് വരട്ടെ, ഒരെണ്ണം കൊടുത്തിട്ട് ഞാൻ ഇതിന്റെ അകത്തേക്ക് കേറ്റു. അപ്പച്ചിയുടെ വാക്കുകളിലെ ദേഷ്യത്തിനുമേൽ പുരണ്ടിരുന്ന സങ്കടം മനസ്സിലായെങ്കിലും അത് കേട്ടപ്പോൾ ആമ്പലിന് ചെറിയൊരു സുഖം തോന്നി. അല്ലേലും ഇടയ്ക്കൊരു തല്ല് കിട്ടിയാലേ അവൻ നന്നാകൂ. കുനിഞ്ഞിരുന്ന് തീറ്റ തുടരുന്നതിനിടയിൽ അവൾ ഓർത്തു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ അവൾ അവിടെ നിന്നും ഇറങ്ങി വീട്ടിൽ ചെന്ന് മുകളിലുള്ള മുറിയിൽ കയറി മൊബൈലിൽ പാട്ടും വെച്ച് ജനാലയും തുറന്നിട്ട് രാധേയത്തിലേക്കും നോക്കി കട്ടിലിൽ ചാരിയിരുന്നു. മഴയോട് ചേർന്നു ഞാൻ നിന്നു, ഒരു വേള മനസ്സിലുണ്ടിപ്പോഴും ആ ചിലമ്പൽ. മഴയോട് ചേർന്നു നിന്നതിന്റെ ഓർമ്മകൾ തന്റെ മനോഹരമായ ശബ്ദത്തിൽ സിതാര കൃഷ്ണകുമാർ പങ്കുവെക്കുമ്പോൾ
ആമ്പലിന്റെ മനസ്സ് രാധേയത്തിന്റെ മുറ്റത്ത് പെയ്തൊഴിഞ്ഞു പോയിട്ടുള്ള വർഷകാല പെയ്ത്തുകളിൽ തുള്ളിക്കളിക്കുന്ന രണ്ടു കുസൃതി കുരുന്നുകളുടെ ഓർമ്മകളെ തൊട്ട് തലോടി നിൽക്കുകയായിരുന്നു. മുൻവശത്തൊരു ബൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് ആമ്പൽ മുന്നിലേക്കുള്ള ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. ബൈക്കിൽ നിന്നിറങ്ങുന്ന സൈമണയെയും നിഷയെയും കണ്ടതോടെ അവൾ തലയ്ക്ക് കൈകൊടുത്തു. ഈശ്വര, ഇനി ഇതുങ്ങളോടെന്ത് സമാധാനം പറയാനാ? ആലോചിച്ചിരിക്കുന്നതിനിടയിൽ മുകളിലേക്കുള്ള പടികളിൽ കാൽപ്പെരുമാറ്റം കേട്ടതും അവൾ ഉറക്കം നടിച്ച് കിടക്കയിലേക്ക് കിടന്നു. അകത്തേക്കു കടന്നു വന്നവർ കട്ടിലിനരികെ വന്നു നിൽക്കുന്നത് അവൾ അറിഞ്ഞു. അടുത്ത നിമിഷം അവളുടെ മുതുകിൽ ഒരു കൈത്തലം ശക്തിയോടെ പതിഞ്ഞു. പടക്കം പൊട്ടുന്ന പോലൊരു ശബ്ദം. അമ്മേ! മുതുകും തടകിക്കൊണ്ടവൾ ചാടി എഴുന്നേറ്റു. കണ്ണുരുട്ടി നിൽക്കുന്ന നിഷയും വാ പൊത്ത് ചിരിക്കുന്ന സൈമണും. എന്തു കോപ്പിലെ പരിപാടിയാടിയത്! മനുഷ്യന്റെ നാട്ടും പുറം പൊളിഞ്ഞു. ഞഞ്ഞായി, ഓലൊക്കെ കിട്ടാത്തതുകൊണ്ടാ കൈക്ക് തന്നത്. നിഷ കലിപ്പോടെ പറഞ്ഞത് കേട്ട് അവൾ വേദന മറന്ന് അവരെ നോക്കി ഇളിച്ചു കാട്ടി. എന്റെ പൊന്ന് നിച്ചു, ഒന്ന് ക്ഷമിക്ക്. എന്റെ മാനസികാവസ്ഥ നിനക്കറിയില്ലേ? അതുകൊണ്ടാണ് ഞാനന്ന് കല്യാണത്തിന് വരാതിരുന്നത്. എന്ത് മാനസികാവസ്ഥയുണ്ടി? നിനക്കൊക്കെ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ടുള്ള അസുഖമല്ലേ? ഇതിനൊക്കെ നല്ല തല്ല് തന്നെയാ പരിഹാരം. നിഷ വിറഞ്ഞു തുള്ളി. ഓട്ടെ നിച്ചു, നമ്മുടെ ആമ്പുവല്ലേ. സൈമൺ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. നമ്മുടെ ആമ്പുവാ? നിഷ കണ്ണുകൾ ചുരുക്കി അവനെ നോക്കി. യോ എന്റെ പൊന്നു നിച്ചു, ഇനി നീ അതേ കയറി പിടിച്ചു തുടങ്ങണ്ട. ആരുടെയോ ആമ്പു പോരെ. സോറി നിച്ചു. ആമ്പൽ ദൈന്യതയോടെ അവളെ നോക്കി ക്ഷമ ചോദിച്ചു. ഒന്ന് മൂളിയിട്ട് അവൾ ആമ്പലിന്റെ അടുത്തേക്ക് കട്ടിലിന് മേലെ ഇരുന്നു. അപ്പോ മഹി? നിച്ചു ചോദിച്ചു. അവൻ ഇന്ന് വരും. ആമ്പൽ പറഞ്ഞത് കേട്ട് സൈമൺ അത്ഭുതത്തോടെ അവളെ നോക്കി. ഇവളിതെങ്ങനെ അറിഞ്ഞു? അവൻ ആലോചിച്ചു. സൈമണും നിഷയും കൂടി അവിടെ ഇരുന്ന് ആമ്പലിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്തൊരു കാറ് വന്നു നിൽക്കുന്ന ശബ്ദം അവർ കേട്ടത്. ജനാലയിൽ കൂടി രാധേയത്തിലേക്ക് നോക്കിയ ആമ്പലിന്റെ കണ്ണുകൾ വിടർന്നു. ആ വീട്ടുമുറ്റത്ത് വന്നു നിന്ന കാറിന്റെ ശബ്ദം കേട്ട് രാധാമ്മയും വിജയച്ചനും വരാന്തയിലേക്ക് ഇറങ്ങി വന്നു നോക്കുന്നതും അവൾ കണ്ടു. മുൻവശത്തെ ഡോറു തുറന്നു പുറത്തേക്കിറങ്ങിയ മഹിയെ കണ്ട് അവളുടെ ഹൃദയം മിടിക്കാൻ മറന്നു. കണ്ണുകളെ നീട്ടി നിറഞ്ഞ കണ്ണുനീർ കാഴ്ചയെ മറച്ചു. മങ്ങിയ കാഴ്ചയ്ക്കു മുന്നിൽ കാറിന്റെ പിൻസീറ്റിൽ നിന്നും മറ്റൊരു നിഴൽ രൂപം കൂടി പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടതും അവൾ കണ്ണുകൾ അമർത്തി തുടച്ച് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. സുന്ദരിയായൊരു സ്ത്രീയും അവരുടെ കയ്യും പിടിച്ച് മിടുക്കനായൊരു ആൺകുട്ടിയും പുറത്തേക്കിറങ്ങി വീടും പരിസരവും നോക്കുന്നത് കണ്ട് ആമ്പലിന്റെ മനസ്സു പിടഞ്ഞു. നെഞ്ചിനു മീതെ വലിയൊരു കല്ലു പതിച്ചതുപോലെ അവൾക്ക് വേദനിച്ചു. ആരാ അത്? പിന്നിൽ നിന്നും നിഷ ചോദിക്കുന്നത് അവ്യക്തമായി അവൾ കേട്ടു. ചേടാ, ഇനി ബാംഗ്ലൂരിൽ നിന്നും ഇവൻ വേറെ പെണ്ണ് കെട്ടിയോ? മനഃപൂർവ്വം എറിഞ്ഞ ആ ചോദ്യത്തിന്റെ പ്രതികരണമറിയാൻ സൈമൺ ആമ്പലിനെ ഇടം കണ്ണിട്ട് നോക്കുന്നതിനിടയിൽ പ്രതികരിച്ചത് നിഷയായിരുന്നു. കീഴ്വയറ്റിൽ കൊണ്ട നുള്ളിൽ സൈമൺ നിന്ന് തുള്ളി. എങ്കിൽ നിന്റെ കൂട്ടുകാരനെടുത്ത ജയിലിനൊരു വാഗ്ദാനമായിരിക്കും മോനെ. ആമ്പലിന്റെ സ്വരവും ഭാവവും മാറിയത് കണ്ട് നിഷ സൈമണെ നോക്കി പല്ലുകടിച്ചു. നീ ഇങ്ങനെ കുരങ്ങ് കുത്തിയതുപോലെ നിൽക്കാതെ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വന്നേ. നിഷ സൈമണെ ഉന്തിത്തള്ളി പറഞ്ഞു വിടാൻ ശ്രമിച്ചു. മുറ്റത്തേക്ക് ഓടിയിറങ്ങി വന്ന അപ്പച്ചി കാറിൽ നിന്നിറങ്ങിയ ആ പെണ്ണിനെ കണ്ട് സംശയിച്ചു നിൽക്കുന്നതും ആ ആൺകുട്ടി മുന്നിലേക്ക് വന്ന് മഹിയുടെ കയ്യിൽ തൂങ്ങുന്നതും ആമ്പൽ കണ്ടു. കുട്ടിയുടെ നേരെ നോക്കിയ മഹിയുടെ കണ്ണുകൾ പെട്ടെന്ന് മുകളിലേക്കുയർന്ന് ആമ്പൽ നിന്നിരുന്ന മുറിയുടെ ജനാലയിലേക്ക് നീണ്ടു. ഒരു നിമിഷം അവരുടെ കണ്ണുകൾ ഇടഞ്ഞു. പകലിന്റെ വെളിച്ചം അവന്റെ മുഖം കടമെടുത്തപ്പോൾ രാത്രിയുടെ ഇരുളിമ അവളുടെ മുഖത്തേക്കും പടർന്നു കയറി. ഇരവിനും പകലിനുമിടയിലെ ആകാശത്തിന്റെ അതിരുപോലെ അവൾ ആ ജനാൽ കർട്ടൻ അവർക്കിടയിലേക്ക് വലിച്ചിട്ടു. നീ ഇതുവരെ പോയില്ലേ? പോയി ചോദിക്കടാ അവളാരാണെന്ന്. കർട്ടൻ വലിച്ചിട്ടിട്ട് തിരിഞ്ഞ ആമ്പൽ സൈമൺ പോകാതെ നിൽക്കുന്നത് കണ്ട് ചീറി. ഞാൻ പോകാം, നീ അതിനിത്ര തിളക്കുന്നതിനാ?
ഇത്രയും കാലം അവനെക്കുറിച്ച് അന്വേഷിക്കാതിരുന്നതല്ലേ? എന്നിട്ടിപ്പോ കിടന്ന് കാറിയിട്ട് എന്താ പ്രയോജനം? സൈമണും ഇടഞ്ഞു നിന്നു. നിച്ചു, നീ അവനെ വിളിച്ചോണ്ട് പോകുന്നുണ്ടോ? എടാ, നീയൊന്ന് പോയാ ചോദിച്ചിട്ട് വന്നേ. നിഷ വീണ്ടും പറഞ്ഞതോടെ സൈമൺ താഴേക്ക് ഇറങ്ങി. ശേ. ആമ്പൽ മുഖം പൊത്തി കട്ടിലിലേക്കിരുന്നു. എന്താടാ, നീ വിഷമിക്കാതിരിക്കേ. അവൻ പോയി ചോദിച്ചിട്ട് വരട്ടെ. മഹി എന്തായാലും നിന്നെ മറന്നൊന്നും ചെയ്യാൻ പോകുന്നില്ല. അതെനിക്കും അറിയാടി. മുഖം പൊത്തി ഇരുന്നു കൊണ്ട് തന്നെ ആമ്പൽ പറഞ്ഞു. പിന്നെ ഇതെന്തോന്നിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? അറിയില്ല, എനിക്ക് ചെറുതായി വട്ടുണ്ടോന്നൊരു സംശയമുണ്ടടി. ആശ്ചര്യത്തോടെ ആമ്പലിനെ ഒന്ന് നോക്കിയിട്ട് നിഷ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. എന്തോന്നാടി പെണ്ണേ ഇത്? മുഖത്തു നിന്നും കൈകൾ മാറ്റിയിട്ട് ആമ്പൽ നിഷയെ നോക്കി. സത്യം, അവന്റെ കാര്യത്തിൽ ഞാൻ ഇത്രത്തോളം പൊസസീവാണെന്നറിയുന്നത് ആദ്യം കീത്തുവിന്റെ പ്രശ്നമുണ്ടായപ്പോഴാ. അവന്റെ ചെറിയച്ഛന്റെ മോളാണവൾ എന്ന് ചിന്തിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. അതുപോലെ ഇപ്പോ ആ പെണ്ണിനെ അവന്റെ കൂടെ കണ്ടപ്പോൾ മറ്റൊരു പെണ്ണ് അവന്റെ കൂടെ നിൽക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. വിഷണ്ണമായ ഭാവത്തോടെ നിഷയെ നോക്കിയ ആമ്പലിനെ അവൾ ചേർത്തു പിടിച്ച് മുടിയിൽ തലോടി. ഇതൊരു ചെറിയ വട്ട് തന്നെയാടി പെണ്ണേ, പ്രേമം മസ്തിക്ക് പിടിച്ചാലുണ്ടാകുന്ന വട്ട്. നിഷ പറഞ്ഞത് കേട്ട് ആമ്പലിന്റെ മുഖം ഒന്ന് തൊടുത്തു. അതിന് നീ ഇത്ര നാണിക്കുകയൊന്നും വേണ്ട. ഈ പറഞ്ഞ വട്ട് എനിക്കും ഉണ്ടായിട്ടാ ഇപ്പോ ഇടന്നിറങ്ങിപ്പോയ പൊട്ടനെ ഞാനും കെട്ടിയത്. എന്തായാലും നീ ഇവിടെ ഇരിക്കെ, ഞാനൊന്ന് നോക്കട്ടെ. കർട്ടൻ അല്പമൊന്നു മാറ്റി നിഷ അപ്പുറത്തേക്ക് നോക്കി. വിജയച്ചനും രാധാമ്മയും കൂട്ടത്തിൽ ആമ്പലിന്റെ അച്ഛനും അവരെ പരിചയപ്പെടുകയാണ്. സൈമൺ അവരുടെ അടുത്ത് തന്നെ നിൽക്കുന്നുമുണ്ട്. രാധാമ്മ ആ കുട്ടിയെ കൊഞ്ചിക്കുകയാണ്. അത് കണ്ടതും നിഷ തിരിഞ്ഞ് ആമ്പലിനെ നോക്കി. അവൾ ആകാംക്ഷയോടെ നിഷയെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. എടീ, കുഴപ്പമൊന്നും കാണുന്നില്ല കേട്ടോ. അവരെന്തോ പരിചയക്കാരാണെന്നാ തോന്നുന്നേ. നിന്റെ അപ്പച്ചിയും അച്ഛനുമൊക്കെ സന്തോഷത്തോടെയാ അവരോട് സംസാരിക്കുന്നത്. ആണോ? എവിടെ നോക്കട്ടെ. ആമ്പലും ചാടി എഴുന്നേറ്റ് കർട്ടന്റെ ഇടയിൽ കൂടി താഴേക്ക് നോക്കി. ശരിയാണ്, എല്ലാവരുടെയും മുഖത്ത് സന്തോഷം മാത്രം. മഹിയുടെ കണ്ണുകൾ ഇടയ്ക്ക് മുകളിലേക്ക് പാറി വീഴുന്നത് കണ്ടതും ആമ്പലിന് അവന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാൻ തോന്നി. എന്നാ ഞാനങ്ങോട്ട് പോയാലോ? ആമ്പൽ ധൃതു പിടിച്ച് പോകാനായി തിരിഞ്ഞു. നിൽക്ക്. നിഷ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. എന്തായാലും സൈമൺ തിരികെ വരട്ടെ. അവരാരാണെന്ന് അറിഞ്ഞിട്ട് നീ പോയാ മതി. ഇല്ലേ, താഴെ ചെന്ന് വല്ലതും കേട്ട നിനക്ക് പിന്നെയും വട്ടിളകും. നിഷയുടെ കളിയാക്കൽ കേട്ട് ആമ്പലിന്റെ മുഖം പരിഭവത്താൽ വീർത്തു. അവർ നോക്കി നിൽക്കെ സൈമൺ തിരികെ നടക്കുന്നത് കണ്ടു. ദേ, അവൻ തിരികെ പോരുന്നുണ്ട് കേട്ടോ. നിഷ പറഞ്ഞു തീരും മുന്നേ ആമ്പൽ ഓടി വാതിൽക്കലെത്തിയിരുന്നു. താഴത്തെ വാതിൽ തുറന്ന് സൈമൺ അകത്തേക്ക് കയറുന്നതും പടികൾ കയറി മുകളിലേക്ക് വരുന്നതും അക്ഷമയോടെ അവൾ നോക്കി നിന്നു. ഒന്ന് വേഗം വാടാ. അവന്റെ ആടിപ്പാടിയുള്ള വരവ് കണ്ട് അവൾ ഒച്ചയെടുത്തു. അവളുടെ തിരക്കുകൂട്ടൽ കണ്ട് അവൻ പാതി വഴിയിൽ നിന്നു. അവനെ എറിയാൻ പറ്റുന്ന വല്ലതും കയ്യിൽ കിട്ടുമോ എന്നവൾ തിരയുന്നത് കണ്ടതും അവൻ ഓടി മുകളിലെത്തി. അവനെ പിടിച്ച് അകത്തേക്ക് വലിച്ചു കയറ്റിയിട്ട് ആമ്പൽ ചോദിച്ചു. പറയ്, ആരാണവര്? പ്രശ്നമാണ്. ഒരു നെടുവീർപ്പോടെ അവൻ പറയുന്നത് കേട്ട് ആമ്പലിന്റെ നെറ്റി ചുളിഞ്ഞു. എടാ സൈമ, നീ കളിക്കാതെ കാര്യം പറഞ്ഞേ. നിഷ ശബ്ദമുയർത്തിയതും അവൻ അവരെ നോക്കി ഇളിച്ചു. ഈയിടി ആ പെണ്ണ് അവന്റെ കമ്പനിയുടെ MD-യാണ്. ആ കൊച്ച് അതിന്റെ അനിയത്തിയുടെ മകനും. ഓ. നെഞ്ചിൽ കൈവച്ച് ആശ്വാസത്തോടെ ആമ്പൽ കിടക്കയിലേക്കിരുന്നു. ഇപ്പോ പൊന്നുമോൾക്ക് സമാധാനോ ഇല്ലേ? ഇനി ചെന്ന് അവനെ കണ്ട് പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്ക്. നിഷയും പറഞ്ഞു. പിന്നല്ലാതെ, ആ പെണ്ണിന്റെ അച്ഛൻ കഴിഞ്ഞ കൊല്ലം ഹാർട്ട് അറ്റാക്ക് വന്നു മരിച്ചതേയുള്ളൂ. അതിനുശേഷം ഈ പെണ്ണാണ് കമ്പനി നടത്തുന്നത്. നമ്മുടെ മഹി കൂടി ചെന്നതോടെ അവർക്കൊരു സഹായമായി. അവനിപ്പോ അവരുടെ വീട്ടിലാ താമസിക്കുന്നത്. ആമ്പലിന്റെ മുഖം വീണ്ടും ചുളിഞ്ഞു. നിഷ തലയ്ക്ക് കൈവച്ച് സൈമണെ നോക്കി പല്ലുകടിച്ചു. താൻ പറഞ്ഞതിലെ തെറ്റെന്താണെന്ന് മനസ്സിലാവാതെ സൈമൺ വാ പൊളിച്ചു. അത് ശരി, രണ്ടും കൂടെ ഒരുമിച്ചാണല്ലേ താമസം? അവളപ്പോ കല്യാണം കഴിച്ചിട്ടില്ലേ? ആമ്പലിന്റെ മുഖം വീണ്ടും മാറിയത് കണ്ട് എന്തു വേണമെന്നറിയാതെ അവർ നിന്നു.
തുടരും. ഇനിയും ഈ വഴിയെ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിള്ളേരെ. കഥ ഇഷ്ടമാവുന്നവർ അഭിപ്രായങ്ങൾ പറയണേ. കൂടാതെ ലൈക്കും ഷെയറും ചെയ്ത് എപ്പോഴും കൂടെ ഉണ്ടാകണേ. See you soon.